ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഈ വറുത്ത് വെച്ച സേമിയോ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കാരണം എന്തിനാണെന്നറിയോ, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പശ ആവും, വെന്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചട്ടി വെച്ചിട്ട് സാധാരണ ചെയ്യാറുള്ള ഉപ്പുമാവിനൊക്കെ ചെയ്യാറുള്ള പോലെ ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കേട്ടോ നല്ലത്, ഒന്നും കൂടി നല്ലത് വെളിച്ചെണ്ണയാണ്. അല്ല, പിന്നെ ഇച്ചിരി നെയ്യും കൂടെ ചേർത്തോ, ഇട്ട് കൊടുത്തോ. പിന്നെ വേണ്ടത് ക്യാരറ്റ്, പിന്നെ ഉരുളൻകിഴങ്ങ്, 2-3 പച്ചമുളക്, ഒരു സബോള, ഒരു കഷ്ണം ഇഞ്ചി, അത്രയും മതി. അതിലേക്ക് ഇനി വേണ്ട സാധനങ്ങൾ കേട്ടോ. ഇത് കടുകിട്ട് കൊടുക്കുക. ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് പാകത്തിന് കുറച്ച് നേരം മറ്റേതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ഇതിലേക്ക് ലേശം ഇട്ട് കൊടുക്കുക. ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച് സേമിയ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഉരുളങ്ങ നമ്മളെ കോഴിമുട്ട ചിക്കിയതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനതൊന്നും ചെയ്യണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം എല്ലാം കൂടെ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ലേശം തേങ്ങ ചിരവ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ഉണ്ടാവണം, തിരിച്ചും കട്ട സപ്പോർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രത്തിൽ കുറച്ചിട്ടിട്ട് നമുക്ക് തിന്ന് നോക്കാം ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്.
നല്ല അടിപൊളി ടേസ്റ്റ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഒരു രക്ഷയല്ല, നല്ല സൂപ്പർ. അപ്പോൾ കാണാം.